ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 17/11/2022. അപ്പം ഇത് ഇന്നലെ നമ്മളുടെ ആ ഒരു ട്രേഡാണ്. ഞാനതൊന്നും ക്ലോസ് ചെയ്യാൻ പോയിട്ടില്ല. അപ്പം ഇന്നത്തെ നമ്മൾക്ക് പ്രൈസ് സെക്ഷൻ പറയാം. അപ്പോൾ ഇന്ന് ഏഷ്യ 18/23 വേർ ഈസ്റ്റ്. യെസ്, നൈസ്. ഏഷ്യ നമുക്ക് ഏഷ്യ ആദ്യം അടയാളപ്പെടുത്താം. എന്നിട്ട് നമ്മളുടെ ലണ്ടൻ ഓപ്പൺ, പിന്നീട് നമ്മളുടെ ലണ്ടൻ ലഞ്ച് 8:30, 7 ന്യൂയോർക്ക് ഓപ്പൺ, പിന്നെ 8:30 നമ്മളുടെ സംഭവങ്ങൾ. പിന്നീട് നമുക്ക് പ്രൈസിലേക്ക് ഇതൊന്ന് അടയാളപ്പെടുത്തിയേക്കാം. ലണ്ടൻ ഓപ്പൺ, പിന്നീട് ലഞ്ച്, പിന്നീട് പ്രീ ന്യൂയോർക്ക്, പിന്നീട് 8:30 റൈറ്റ്. യെസ്. അപ്പം ഇന്ന് ഏഷ്യ കഴിഞ്ഞ ദിവസം നമ്മൾ താഴേക്ക് വന്നു, ഇവിടെ മെഡിക്കേറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് പോയി. അവിടെ നിന്ന് വീണ്ടും ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് താഴേക്ക് വന്നു, പിന്നീട് വീണ്ടും ഇവിടെ മെഡിക്കേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കതൊരു മെഡിക്കേഷൻ ബ്ലോക്കായിട്ട് എടുക്കാം. ഓക്കെ, MB+. ഓക്കെ, എന്നിട്ട് നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ പോകാം. 5 മിനിറ്റിൽ എന്താണ് സംഭവിച്ചത്? 5 മിനിറ്റിൽ നമ്മൾ സെൽ സൈഡ് ലിക്വിഡിറ്റീസ് എടുത്തു. വെയിറ്റ്. ഓ, ഞാനത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. whatever it is. SSL. അപ്പം സെൽ സൈഡ് ലിക്വിഡിറ്റീസ് എടുത്തു. അത് കഴിഞ്ഞ് ഇവിടെ ഒരു FEG ഉണ്ടായി. FEG മെഡിക്കേറ്റ് ചെയ്ത് വീണ്ടും MB മെഡിക്കേഷൻ ഉണ്ടായി. ഇതൊരു MB മെഡിക്കേഷനാണ്. പിന്നീട് വീണ്ടും പ്രൈസ് മേളിലേക്ക് പോയി. ഇവിടെ ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടായി. ഇവിടാണ് ഫസ്റ്റ് ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടായത്. പിന്നീട് നമ്മൾ പ്രൈസ് ആ FEGന്ന് താഴെ ഡിസ്കൗണ്ട് വന്നു. നമ്മളുടെ ഉള്ളിലുള്ള FEGയിൽ മെഡിക്കേറ്റ് ചെയ്തു. ഓക്കെ, ഉള്ളിലുള്ള FEGയിൽ മെഡിക്കേറ്റ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ ബ്രേക്ക് ചെയ്തു. താഴേന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെ നടത്തി, പിന്നെ ഇവിടെ മെഡിക്കേഷനും ചെയ്തിട്ട് മുകളിലേക്ക് പോയി. എന്നിട്ട് നമ്മുടെ ഏഷ്യ പോയത് നമ്മുടെ ബൈസൈഡിൽ ലിക്വിഡിറ്റിയിലേക്കാണ്. ബൈസൈഡ് ലിക്വിഡിറ്റി രണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു. ഏഷ്യൻ ഹൈസ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ടോപ്പ് തന്നെ നോക്കാം. പ്രീവിയസ് ഡേയിലെ ഹൈ ആണ്. ഓക്കെ, ബൈസൈഡ് ലിക്വിഡിറ്റി ടേക്ക്. അപ്പം ബൈസൈഡ് ലിക്വിഡിറ്റി ടേക്ക് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ അതെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് ഏഷ്യയുടെ ഓപ്പൺ ഉണ്ടായത്. എന്നിട്ട് പിന്നീട് ഇതൊരു മെഡിക്കേഷൻ ബ്ലോക്കാണ്. FEG മെഡിക്കേഷനാണ്. അതാണ് ഈ സാധനം വന്ന് മെഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. അത് നമ്മുടെ 3 o'clock ഉണ്ടായത്. നൈസ്. MB+. Where is it? MB+. യെസ്. അപ്പം MB+. അപ്പം മെഡിക്കേഷൻ ബ്ലോക്കാണ്. അപ്പം മെഡിക്കേറ്റ് ചെയ്തു. ഇത് കറക്റ്റ് 3 o'clock ആയിരിക്കും. 2 to 3 ഇവിടാണ് നമ്മുടെ കറക്റ്റ് ടൈം. 2 to 3. വേറെ 3ക്ക് നമുക്ക് ആ ഒരു മെഡിക്കേഷൻ ഉണ്ടായി സാധനം. അപ്പോൾ MBയിൽ മെഡിക്കേറ്റ് ചെയ്തിട്ട് 3 o'clock ഇവിടെ ഒരു FEG ഫോം ചെയ്തത് മെഡിക്കേറ്റ് ചെയ്തു. ഓക്കെ, FEG. അപ്പോൾ ആ FEG മെഡിക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബൈസൈഡ് ലിക്വിഡിറ്റി ടേക്ക് ചെയ്ത് നേരെ താഴേക്ക് ഡ്രോപ്പ് ചെയ്തു പ്രൈസ്. ആ പ്രൈസ് ഇവിടെ ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടാക്കി. BMS ടു ഡൗൺ സൈഡ്. ഓക്കെ, നമ്മൾ താഴേക്ക് ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടാക്കിയത് മെഡിക്കേറ്റ് ചെയ്തത് നമുക്ക് നോക്കാം. 15 മിനിറ്റിൽ വല്ല FEG ഫോം ചെയ്തിട്ടുണ്ടോ? 15 മിനിറ്റിൽ ഒരു FEG ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് മെഡിക്കേറ്റ് ചെയ്തിട്ടില്ല. സോ പ്രൈസ് നല്ല അഗ്രസീവായിട്ട് താഴേക്ക് ഇറങ്ങി.
ഓക്കെ, പിന്നെ ഇവിടെ 5 മിനിറ്റിലൊരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇതൊരു ലിക്വിഡിറ്റി സ്വീപ്പാണ് ഇത്. ഇവിടെ ഒരു FEG ഫോം ചെയ്തിട്ടുണ്ട്. ആ FEG മെഡിക്കേഷനും പിന്നെ ആ FEGയുടെ മുകളിലുള്ള ബൈസൈഡ് ലിക്വിഡിറ്റിയും ടേക്ക് ചെയ്തു. ഞാനൊരു ബൈസൈഡ് ലിക്വിഡിറ്റി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണുന്നുമില്ല. യെസ്, നൈസ്, ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ബൈസൈഡ് ലിക്വിഡിറ്റി ടേക്ക് എഴുതി വെക്കാം. ഓക്കെ, ആ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ട് പിന്നീട് പ്രൈസ് വീണ്ടും അഗ്രസീവായിട്ട് താഴേക്ക് പോയി ഈ വലിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കി. ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കിയതും വിത്ത് FEG ആണ്. ആ FEG മെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അപ്പം ഇവിടെ FEG ഫോം ചെയ്തിട്ടുണ്ട്. ആ FEG മെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഇവിടെ പ്രൈസ് മെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ FEG FEG മെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വീണ്ടും പ്രൈസ് വീണ്ടും സ്വീപ്പ് ചെയ്ത് താഴേക്ക് അഗ്രസീവായിട്ട് ഇറങ്ങി. ആ അഗ്രസീവായിട്ട് ഇറങ്ങി നമ്മുടെ ഇതൊരു 1 hour FEG ആണ്. അത് ഞാൻ പ്രൈസ് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതൊരു 1 hour FEG ആണ്. സോ ആ 1 hour FEG പ്രൈസ് മെഡിക്കേറ്റ് ചെയ്തു നൈസായിട്ട്. അപ്പോൾ നമുക്ക് 8-നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, 8 o'clock ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ആ ന്യൂസിന് വേണ്ടിയിട്ട് സെറ്റാവുമായിരുന്നു പ്രൈസ്. അപ്പം നമ്മുടെ 1 hour FEGയിൽ വന്നിട്ട് പിന്നീട് വീണ്ടും നമുക്കിത് ഇങ്ങോട്ട് നീക്കി വെക്കാം. ഓക്കെ, അപ്പോൾ 1 hour FEGയിൽ വന്നിട്ട് നമ്മൾ പ്രൈസ് ഫുള്ള് ഡൗൺ ആയിട്ട് വരുവാണ്. അപ്പോൾ 1 hour FEG വന്നിട്ട് വീണ്ടും നമുക്ക് ഇൻഡിക്കേഷൻ തരുവാണ്, വീണ്ടും പ്രൈസ് താഴേക്കാണ് പോകുന്നത്. സോ പൈസയിൽ ലിക്വിഡിറ്റി വീണ്ടും സ്വീപ്പ് ചെയ്തു. ഓക്കെ, ബൈസൈഡ് ലിക്വിഡിറ്റി വീണ്ടും എടുത്തു. എന്നിട്ട് വീണ്ടും താഴേക്ക് ബ്രേക്ക് വന്നു വിത്ത് FEG ആണ്. ഓക്കെ, ഇവിടെ ഒരു 15 മിനിറ്റ് എങ്ങാണ്ട് FEG ഉണ്ട്. അതുപോലെ 5 മിനിറ്റ് FEG ഉണ്ട്. 5 മിനിറ്റിനേക്കാൾ ഞാൻ 15 മിനിറ്റ് FEG ഒരെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു. സോ അവിടെ ഒരു 15 മിനിറ്റ് FEGയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 5 മിനിറ്റ് FEGയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. FEG നമുക്ക് 5 മിനിറ്റ് FEGയിൽ പോകാം. 5 മിനിറ്റ് FEGയും ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ആദ്യത്തെ ബ്രേക്ക് തന്നു. ഓക്കെ, എൻട്രി ഒന്നും തന്നില്ല. പക്ഷെ പിന്നീട് 3 മിനിറ്റിൽ പോയപ്പം എനിക്ക് അവിടെ ഒരു എൻട്രി കിട്ടി. ഈ 3 മിനിറ്റിൽ വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ഓക്കെ, അവിടെ ഒരു FEG ഫോം ചെയ്ത് ഈ ഒരു സ്വിങ് ആണ് അത് ബ്രേക്ക് ചെയ്തത്. അത് മാത്രമല്ല ഇവിടെ ഒരു ചെറിയ സ്വിങ് ഉണ്ട്. ആ ഒരു സ്വിങ് ബ്രേക്ക് ചെയ്തതാണ് ഈ സാധനം. അപ്പം ആ ഒരു ബ്രേക്കിൽ ഒരു FEG ഫോം ചെയ്തു. അപ്പം ഓൾറെഡി ഇവിടെയും ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങിയത്. ഓക്കെ, ഫസ്റ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞു, പിന്നീട് വീണ്ടും ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. 8-നാണ് നമ്മുടെ ന്യൂസ് വരുന്നത്. ഏകദേശം ഇവിടാണ് ന്യൂസ് വരുന്നത്. അപ്പം ഞാൻ ഈ എൻട്രിയാണ് എടുത്തത്, ഇതല്ല. ഇതിവിടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇതാണ് എടുത്തത്. എനിക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞ് ആദ്യത്തെ ഇതാണ് എടുത്തത്. ഞാൻ ആദ്യത്തെ ഇത് കൺഫേം ചെയ്തു, താഴേക്കാണ് പ്രൈസ് എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ഒരു എൻട്രി പോയിൻ്റ് തന്നില്ല. അപ്പം പിന്നെയും പ്രൈസ് ബ്രേക്കാക്കി ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും പ്രൈസ് ബ്രേക്കാക്കി ഒരു FEG ഫോം ചെയ്തപ്പം ഓക്കെ, ഞാൻ വിചാരിച്ചു എൻട്രി എടുക്കാമെന്നുള്ള ഇതിൽ ജസ്റ്റ് 1:3 ഇവിടെ വെച്ചു. യെസ്, ഇത്രയൊന്നും എടുത്തില്ല ഞാൻ. 1:3 ആണ് എടുത്തത്. ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് പോയി. അത് വന്ന് വീണ്ടും പ്രൈസ് വീണ്ടും ഈ ബൈസൈഡ് ലിക്വിഡിറ്റി, ഞാൻ പറഞ്ഞില്ലേ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്ന സാധനം വീണ്ടും അത് ഒന്ന് സ്വീപ്പ് ചെയ്യും. അപ്പോൾ ഫുള്ള് വീണ്ടും ഒന്നുകൂടെ സ്വീപ്പ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ 15 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഒരെണ്ണം ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ മുമ്പേ കാണിച്ച ആ സാധനം ഞാനിവിടെ ഒരു 1 മിനിറ്റ് എൻട്രി കണ്ടു. അപ്പോൾ ആ 1 മിനിറ്റ് എൻട്രി അവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ അത് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് എടുത്തത്. നമ്മൾ ഓൾറെഡി ഇതൊരു താഴേക്ക് ഇറങ്ങി നമുക്കൊരു 15 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ 15 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. പിന്നെ ഇത് നമ്മളുടെ മെഡിക്കേഷൻ ബ്ലോക്കാണ്. ഓക്കെ,
ഇതൊരു MB മൈനസ് ആണ്, MB മൈനസ്. അതുപോലെ തന്നെ നമുക്ക് 5 മിനിറ്റിൽ 1 മിനിറ്റിൽ പോവുകയാണെങ്കിൽ സെയിം ഒരു സാധനം ഇവിടെയും ക്രിയേറ്റ് ചെയ്തേക്കുന്ന കാണാം. അതുപോലൊരു ഡൗൺ മൂവ് വന്നു, പിന്നീട് അത് വന്ന് ആ ഒരു മെഡിക്കേഷൻ ബ്ലോക്ക് മെഡിക്കേറ്റ് ചെയ്ത് താഴെ ഇറങ്ങി. പക്ഷെ ഞാൻ ഈ FEGയിലാണ് എൻട്രി എടുത്തത്. ഞാൻ അവിടെ നിന്ന് ഒരു ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോട്ട് മാത്രമേ നോക്കുന്നുള്ളായിരുന്നു. അതും ഒരു 1:3 വെച്ചിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് പോയി. അതും പിന്നീട് അതിൻ്റെ ബാക്കിയും പോയി എടുത്തിട്ടുണ്ട്. സോ ഇത് രണ്ടുമായിരുന്നു ഇന്നത്തെ എൻ്റെ എൻട്രി. നൈസായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, സീനില്ലായിരുന്നു. പക്ഷേ ആ റണ്ണ് താഴേക്ക് വന്നില്ല. പക്ഷേ ഇന്നലത്തേക്ക് നമ്മളുടെ പ്രൈസ് വീണ്ടും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന താഴേക്കാണ്, പക്ഷേ നമ്മൾ സൈഡ് വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ എൻട്രീസ് കാര്യങ്ങൾ. പിന്നീട് പ്രൈസ് ഇപ്പോൾ വീണ്ടും താഴത്തെ ഇവിടെ ഒരു മെഡിക്കേഷൻ നടത്തിയിട്ട് ഇതിവിടെ ഒരു 15 മിനിറ്റ് OB ഉണ്ട്. ഇവിടെ ഒരു OB ഉണ്ട്. ആ OB ആണ് ഇപ്പോൾ മെഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, OB പ്ലസ്. അതിൻ്റെ റിയാക്ഷനാണ് ഈ കാണുന്നത്. അടിപ്പോൾ റിയാക്ട് ചെയ്ത് മേളിലേക്ക് ബ്രേക്ക് വന്ന് FEG ക്രിയേറ്റ് ചെയ്ത് ആ FEGയിൽ വീണ്ടും ലിക്വിഡിറ്റി സ്വീപ്പ് വന്ന് വീണ്ടും ക്രിയേറ്റ് ചെയ്ത് മേളിലേക്ക് പോകുന്നുണ്ട്. സോ ഞാൻ കരുതുന്ന ഇതിൻ്റെ ഒരു 50% വന്നിട്ട് വീണ്ടും താഴേക്ക് വരണമെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. മേ ബി തരാം. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ പ്രൈസ് മൂവ്. നൈസായിരുന്നു. യെസ്, അപ്പം ഇതാണ് ഇന്നലെ നമ്മളെടുത്ത എൻട്രി. അത് ഏകദേശം നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തത്, ഷോർട്ട് ചെയ്തത്. അതിൻ്റെ നമ്മളതിൻ്റെ ഇവിടെ ആയിരുന്നു വെച്ചിരുന്നത്. അതിപ്പോൾ ഏകദേശം 1:7-8 സംതിങ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് ഞാനിങ്ങനെ പാഴ്സൽ എടുത്ത് ചുമ്മാ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണിച്ച എക്സിക്യൂഷൻസ് ഇങ്ങനെയാണ് നമ്മൾ ഇപ്പം പാഴ്സൽസ് എടുക്കേണ്ടത്. ഇപ്പോൾ ഒരു ഇങ്ങനെ ഇവിടെ ഡേ ട്രേഡിങ്ങിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പെയ്യെ സ്വിങ് ആവും കാര്യങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പം ഇവിടെ ഞാനൊരു ആദ്യത്തെ നമ്മളുടെ പാഴ്സൽ എടുത്തായിരുന്നു, പിന്നെ ഇവിടെ ഒരെണ്ണം എടുത്തായിരുന്നു, പിന്നെ ഇപ്പോൾ ഇവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെയാണ് എൻട്രി എടുത്തത്. അപ്പോൾ അതിങ്ങനെയാണ് ഓടുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സ്വിങ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. See you guys in next video. Stay safe. Sipping on back for the next say something. Never tell her back that I never stay running. Sipping on facts, damn, know I got stacks in the lab taking pictures.